സൈപ്രസ് കുറേ നാളായിട്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു യൂറോപ്യൻ രാജ്യമായിരുന്നു. വളരെ അഫോർഡബിൾ ഫീസ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് സൈപ്രസ്. ആർക്കും ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാവുന്ന 10 ഇയേഴ്സിന് മുകളിൽ ഗ്യാപ്പ് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് സൈപ്രസ്. അതുപോലെ തന്നെ 12th ശേഷവും നമുക്ക് ലോങ് ഗ്യാപ്പുള്ള പ്രൊഫൈൽസിന് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. IELTS റിക്വയർമെൻ്റ് ഉണ്ട്, പക്ഷേ ഇൻഡിവിജ്വൽ 5 എങ്കിലും സ്കോർ ചെയ്ത സ്റ്റുഡൻസ് ആണെങ്കിൽ നമുക്ക് സൈപ്രസ് അപ്ലൈ ചെയ്യാം. അത് മാത്രമല്ല, സൈപ്രസിൽ നമുക്ക് UK യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി മേടിക്കാനുള്ള പോസിബിലിറ്റിയും ഉണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് സെർച്ച് ചെയ്ത് നോക്കാനും ഈ വഴിക്കുണ്ട്. സൈപ്രസ് വളരെ ചെറിയൊരു ഐലൻഡ് നേഷനാണ്. ഒരുപാട് സ്റ്റുഡൻസ് ആദ്യം പോയിരുന്ന ഒരു രാജ്യമാണ്. അതേപോലെ തന്നെ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ IT കമ്പനീസിൻ്റെ ഒരു ഹബ്ബുള്ള ഒരു രാജ്യമാണ് സൈപ്രസ്. അവരുടെ മറ്റൊരു മെയിൻ ഇൻകം ടൂറിസമാണ്. ഒരു മെഡിറ്ററേനിയൻ സീയിൽ ഉള്ളത് ആയതുകൊണ്ട് തന്നെ അവർക്ക് മെഡിറ്ററേനിയൻ ക്യൂസിൻ കാര്യങ്ങളും അവിടുത്തെ ടൂറിസം ആക്ടിവിറ്റീസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നടക്കുന്ന ഒരു രാജ്യമാണ്. ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾക്കും IT റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾക്കും അതുപോലെ തന്നെ മറ്റ് ബാച്ചിലേഴ്സിനൊക്കെ നല്ല ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള രാജ്യം തന്നെയാണ് സൈപ്രസ്. സൈപ്രസിൽ നോർമലി 9 months ഓഫ് സ്റ്റേ ബാക്ക് അവൈലബിൾ ആണ്. ഈ കോഴ്സ് പഠിച്ചതിന് ശേഷം നമുക്ക് അവിടെ വർക്ക് വിസ കണ്ടുപിടിച്ചാൽ നമുക്ക് 5 വർഷത്തിന് ശേഷം അവിടെ PR-ന് പോസിബിലിറ്റി കൂടെ ഉള്ള രാജ്യമാണ് സൈപ്രസ്. മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ പോളണ്ടൊക്കെ ഓപ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും നോക്കാൻ പറ്റിയൊരു രാജ്യമാണ് സൈപ്രസ്. കാരണം പോളണ്ടിൻ്റെ അതേ ഫീസ് സ്ട്രക്ചർ പെർ സെമിസ്റ്റർ ഏകദേശം ഇന്ത്യൻ ഫീസ് നമ്മുടെ നാട്ടിലെ ഫീസ് വെച്ച് ഏകദേശം ഒരു 2.5 lakhs ഒക്കെയാണ് പെർ സെമിസ്റ്റർ ഫീസ് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ പോളണ്ടിനേക്കാളും കുറച്ചും കൂടി ഒരു നല്ല കൺട്രി നോക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് സൈപ്രസ് കൺസിഡർ ചെയ്യാം. അത് മാത്രമല്ല, സൈപ്രസ് കമ്പാരിറ്റീവ്ലി മറ്റ് ഈ പോളണ്ട് പോലെയുള്ള രാജ്യങ്ങളെക്കാളൊക്കെ കമ്പാരിറ്റീവ്ലി കുറേ കൂടി ഫിനാൻഷ്യലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു നേഷനാണ് സൈപ്രസ്. അത് ഒരുപാട് സ്റ്റുഡൻസ് പോവാറില്ല ഇപ്പോൾ സൈപ്രസിൽ, കാരണം കുറേ നാളായിട്ട് സൈപ്രസ് ക്ലോസ്ഡ് ആയിരുന്നു. റീസെൻ്റ്ലിയാണ് സൈപ്രസ് ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈപ്രസിൽ പോകുമ്പോൾ നമുക്ക് കുറച്ച് ലോക്കൽ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ ഇരുന്ന് പഠിക്കാനും അവിടുത്തെ ഒരു കൾച്ചർ മനസ്സിലാക്കാനും നമുക്ക് അതിലേക്ക് അഡാപ്റ്റ് ചെയ്യാനൊക്കെ കുറേ കൂടി ഓപ്ഷൻസ് കൂടുതലുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ സൈപ്രസ് നോക്കാൻ താല്പര്യമുള്ളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ പ്ലീസ് കോൺടാക്ട് us ഫോർ മോർ ഡീറ്റെയിൽസ്. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.